വാട്ടർ അതോറിറ്റി നടത്തിയ LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹീസ് ഡാഷ് യൂറോപ്യൻ സ്റ്റുഡൻറ്റ്, ഹി ഹാസ് ടു ഗോ ടു ഡാഷ് ഹോസ്പിറ്റൽ ആസ് ഹീസ് ഇൽ. നമുക്കറിയാം യൂറോപ്യൻ എന്ന വാക്കിന് മുന്നിൽ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ യൂറോപ്യൻ ദ ഹോസ്പിറ്റലാണ്. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എ യൂറോപ്യൻ ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ബി ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിലറീസ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാം ബി ഫോം ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേർ. ഏതൊക്കെയാണ് ബി ഫോം ഓക്സിലറി? ഈസ്, ആം, ആറ്, വാസ്, വേർ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നൂടെ ഓക്സിലറിക്ക് പറയുന്ന പേരാണ് ബി ഫോം ഓക്സിലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ നമുക്ക് ഏത് വെട്ടിക്കളയാം? ഹാവ് വെട്ടിക്കളയാം. ഹാവ് വേണ്ട. ഹാവ്, ഹാസ്, ഹാഡ് ഇതിന് പറയുന്ന പേര് ഹാവ് ഫാമിലി എന്നാണ്. ഡു, ഡസ്, ഡിഡിന് പറയുന്ന പേര് ഡു ഫാമിലി. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേര് മൊഡാൽ ഓക്സിലറി അല്ലെങ്കിൽ സെക്കൻഡറി ഓക്സിലറി എന്ന് പറയാം. നമുക്ക് വന്നിരിക്കുന്നതിൽ ഇനി ചോദ്യത്തിലേക്ക് പോകുന്നു. എയ്തർ യുവർ ബ്രേക്സ് ഓർ യുവർ ഐസൈറ്റ് ഡാഷ് അറ്റ് ഫോൾട്ട്. നോക്കിയോ, അപ്പോൾ എയ്തർ ഓർ വെച്ച് കണക്ട് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ കോൺകോർഡിൻ്റെ റൂളുമായി ബന്ധപ്പെട്ട് എയ്തർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതാം. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐസൈറ്റ് ആണ്. ഐസൈറ്റ് എന്നത് സിംഗുലാർ ആയതിനാൽ ഉത്തരം സിംഗുലാർ വരുന്നു. ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്, ഈസ് സിംഗുലാർ. അതുകൊണ്ട് ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. യു നെവർ സേ വാട്ട് ആർ യു തിങ്കിങ്. വാട്ട് ആർ യു തിങ്കിങ്. യു നെവർ സേ വാട്ട് ആർ യു തിങ്കിങ്. അവിടെ നെവർ വരുന്നുണ്ട്. സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് ടാഗ് എഴുതണം. ആ ഒരു ഐഡിയ വരുമ്പോൾ തന്നെ നമുക്ക് ബി ഓപ്ഷനും അതുപോലെ ഡി ഓപ്ഷനും വെട്ടിക്കളയാം. ഇനി വരുന്നത് ആർ യു ഉണ്ട്, ഡു യു ഉണ്ട്. ഇനി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ യു നെവർ സേ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സേ ആണ്. അപ്പോൾ അതിനകത്ത് ഓക്സിലറി ഇല്ല. ആ ഭാഗം വെച്ചിട്ടാണ് ടാഗ് ചെയ്യേണ്ടത്. ഓക്സിലറി ഇല്ല. ഓക്സിലറി ആയിട്ട് നമ്മൾ സേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏത്? ഡു ആണ്. അപ്പോൾ ഡു യു ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ പാസീവ് ഫോം. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡിഡ് അല്ലെങ്കിൽ വീട്ടു വന്നിട്ടുണ്ടോ നോക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡിഡ് അല്ലെങ്കിൽ വീട്ടു ആണ് വരുന്നതെങ്കിൽ നമുക്ക് പാസീവ് വോയിസിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ഉത്തരമായിട്ട് വരും. വാസ് ഓർ വെയർ പ്ലസ് V3 ഉത്തരമായിട്ട് വരും. അതായത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ഉത്തരമായിട്ട് വരും. അപ്പോൾ നമുക്ക് അത്തരം ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ വെട്ടിക്കളയാം, അതുപോലെ ഓപ്ഷൻ ഡിയും വെട്ടിക്കളയാം. ഇനി വേറെ വരുന്ന രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തെ ബി ഓപ്ഷനും രണ്ടാമത്തെ സി ഓപ്ഷനും ഉണ്ട്. ഇനി അതിലേതാണെന്ന് നോക്കണം. നമ്മളൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളുടെ പാസീവ് എഴുതുമ്പോഴത്തേക്കും ഓക്സിലറി കഴിഞ്ഞിട്ട് വേണം ഒബ്ജക്റ്റ് എഴുതാൻ. അപ്പോൾ നമുക്ക് ഓക്സിലറി കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ബി ഓപ്ഷനാണ്. സി ഓപ്ഷനിനകത്ത് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബി ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കാം. അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് എന്നാണ്. ഹാർഡിലി തുടങ്ങുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ നമ്മൾ ഓർമ്മയിലിരിക്കുക, ഹാർഡിലി തുടങ്ങുന്ന സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഉത്തരങ്ങൾ ശരിയാക്കാം. ഹാർഡിലി, സ്കേഴ്സ്ലി, ഇത്തരത്തിൽ റെയർലി ഇങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസുകളിൽ ഹാർഡിലി, സ്കേഴ്സ്ലി, റെയർലി കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഹാർഡ് എന്ന ഓക്സിലറി വരാം, അല്ല എങ്കിൽ ഡിഡ് എന്ന ഓക്സിലറി വരാം. ഹാർഡിലി, സ്കേഴ്സ്ലി കഴിഞ്ഞിട്ട് എന്ത് വരാം? ഹാർഡ് അല്ലെങ്കിൽ ഡിഡ് വരുന്നു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വെന്ന്. ഇതാണ് ആ ഇക്വേഷൻ. ഹാർഡിലി, സ്കേഴ്സ്ലി പ്ലസ് ഹാർഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെന്ന്. ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഇനി ഹാർഡ് വരുന്ന സെൻറ്റൻസിലാണെങ്കിൽ വെർബിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കണം? V3 വന്നിരിക്കണം. ഡിഡ് വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ വെർബിൻ്റെ സ്ഥാനത്ത് V1 വന്നിരിക്കണം. ഈ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാർഡ് വന്നിട്ടുണ്ട്. ഹാർഡിൽ കഴിഞ്ഞിട്ട് സ്റ്റുഡ് അപ്പ് എന്ന് പറയുന്ന V3 വന്നിട്ടുണ്ട്. പക്ഷേ ദാൻ ആണ് വന്നിരിക്കുന്നത്. വെന്നിന് പകരം എന്ത് വന്നിരിക്കും? ദാൻ.
അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ വരില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, ഹാർഡ്ലി ഹീ ആണ്, സബ്ജക്റ്റ് ആണ് ഹാർഡ്ലി കഴിഞ്ഞിട്ട് വരുന്നത്, അപ്പോൾ അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക്, ഹാർഡ്ലി ഡിഡ് വരാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്റ്റുഡ് അപ്പ് എന്ന് പറയുന്നത് വെർബ് V1 ആണോ? V1 അല്ല. ഡിഡ് കഴിഞ്ഞാൽ വെർബ് V1 വരണമെന്ന് പറഞ്ഞു, അപ്പോൾ V1 അല്ല. പക്ഷേ വെന്നൊക്കെ വന്നിട്ടുണ്ട്, വെർബ് V1 അല്ല, അതുകൊണ്ട് സി ഓപ്ഷൻ വരില്ല. ഇനി ഡി ഓപ്ഷൻ നോക്കിയേ, ഹാർഡ്ലി ഹാർഡ്, ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഹാർഡ് വന്നിരിക്കുന്നു, സബ്ജക്റ്റ് വന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റുഡ് അപ്പ് എന്ന് പറയുന്ന വെർബ് വന്നിരിക്കുന്നു, അതുപോലെ വെന്നും വന്നിരിക്കുന്നു. അതുകൊണ്ട് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, വെൻഡറ്റ് എന്ന മീനിങ്, ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻഡറ്റ് മീൻസ് ടു അറ്റാക്ക് എന്നാണ്, ആക്രമിക്കുക എന്നർത്ഥത്തിലാണ് വരുന്നത്. അടുത്തത്, ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ഒരു ടൈപ്പ് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കുക. സ്പെക്ടക്കിൾസ്, അപ്പോൾ നോക്കുക, സ്പെക്ടക്കിൾസ്, പൈജാമ, ജീൻസ്, പാൻസ്, കുർത്ത, ഗ്ലൗസ്, സോക്സ്, സിസേഴ്സ്, ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് പ്ലൂറലായിരിക്കണം. ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞ് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറല് ആയിരിക്കണം. ഇനി അടുത്തത് തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ, മൈ സ്പെക്ടക്കിൾസ് ഈസ് ബ്രോക്കൺ. ഇവിടെ നമുക്ക് സ്പെക്ടക്കിൾസ് കഴിഞ്ഞിട്ട് ഈസാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഒന്നാമത്തത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. യുവർ ജീൻസ് ആർ ഇൻ ദി വാഷ്. നോക്ക്, ജീൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്നവർ പ്ലൂറലായിരിക്കണം, 6 പ്ലൂറലാണ്, അതുകൊണ്ട് ഉത്തരം ശരിയാണ്, 2 ശരിയാണ്. ഇപ്പോൾ 2 ശരിയായിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബി ഓപ്ഷനാണ്. നമുക്ക് അടുത്ത് നോക്കാം, എ പെയർ ഓഫ് ഷൂസസ്. എ പെയർ ഓഫ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിലും വെർബുകൾ എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ആ ഒരു റൂളാണ് അവിടെ നോക്കേണ്ടത്. എ പെയർ ഓഫ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗണ്, ഷൂസസ് എന്ന് പറയുന്നത് പ്ലൂറല്, കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് അത് ഉത്തരം തെറ്റാണ്. അടുത്ത 4ാമത്തെ ഓപ്ഷൻ നോക്ക്, ദ സ്റ്റേഴ്സ് വെയർ സ്റ്റീപ്പ് ആൻഡ് വൈൻഡിങ്. അവിടെ പ്ലൂറലാണ് സ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് വെയർ എന്ന് പറയുന്നത് പ്ലൂറലായിട്ട് വന്നിരിക്കുന്നു. ഉത്തരം ശരിയാണ്. നമുക്ക് ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2ഉം അതുപോലെ 4ഉം. അപ്പോൾ 2ഉം 4ഉം വരുന്ന ഏതാണ് ഓപ്ഷൻ? ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, അടുത്ത ചോദ്യമാണ്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ മീൻസ് ടു വർക്ക് ഹാർഡ്, വെരി ഹാർഡ്, വളരെ കഠിനമായി ജോലി ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നു. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ മീൻസ് ടു വർക്ക് വെരി ഹാർഡ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ, സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. സോവനിയർ, അതേപോലെ അടുത്ത് വന്നിരിക്കുന്ന 12th, അതേപോലെ വെർസറ്റിലിറ്റി, അതുപോലെ സ്റ്റുപ്പിഫൈ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ലാസ്റ്റ് ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ ഒരു ടോപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദ സ്പീച്ച് ഷീ ഷവേർഡ് ഡാഷ് അപ്പോൺ ഹിം. ഇൻ ദ സ്പീച്ച് ഷീ ഷവേർഡ് ഡാഷ് അപ്പോൺ ഹിം. ഷവറിങ് മീൻസ് വാരിച്ചൊരിയുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പീച്ചിൽ അവന് ആശംസകൾ അല്ലെങ്കിൽ നല്ലത് നേർന്നു, അല്ലെങ്കിൽ ധാരാളം പറഞ്ഞു. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശംസ നൽകുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നർത്ഥത്തിലാണ് പറയുന്നത് കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കിതിൽ ഏത് കോംപ്ലിമെൻ്റ് ആണ്? ഒന്നാമത്തെ കോംപ്ലിമെൻറ്റ്, രണ്ടാമത്തത് കോംപ്ലിമെൻറ്റ്. നമുക്ക് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. COMPLIMENT കോംപ്ലിമെൻറ്റ്, COMPLEMENT കോംപ്ലിമെൻറ്റ്. വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഒന്നാമത്തെ കോംപ്ലിമെൻറ്റ് ഐ വരുന്ന കോംപ്ലിമെൻറ്റ് മീൻസ് എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുക. ഇൻഡിവിജ്വൽസിനെ, ഐ മീൻസ് ഇൻഡിവിജ്വൽസിനെ അംഗീകരിക്കുക. അപ്പോൾ ഓർമ്മയിലിരിക്കുക, ഐ മീൻസ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ കോംപ്ലിമെൻറ്റ്, അപ്പോൾ അത് ആശംസ നൽകുക. രണ്ടാമത്തെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് മീൻസ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും, കംപ്ലീറ്റ്ലി എന്ന അർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത കംപ്ലൈസൻ്റ് എന്ന് പറഞ്ഞാൽ, കംപ്ലൈസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈസൻ്റ് മീൻസ് COMPLACENT. കംപ്ലൈസൻ്റ് മീൻസ് സെൽഫ് റെസ്പെക്റ്റ് എന്നാണ്. എന്നാൽ കംപ്ലൈസൻ്റ് എന്ന് പറഞ്ഞാൽ PLAISANT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ടു എന്ത് ചെയ്യുന്നു? വോക്ക്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, വില്ലിങ് എന്ന് പറയാം, സമ്മതിക്കുക, ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കുക എന്നർത്ഥത്തിൽ പറയുന്നു.
അപ്പോൾ ഇതിൽ കൺഫ്യൂസിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു, നോക്കി വയ്ക്കുക. COMPLIMENT കോംപ്ലിമെൻറ്റ് മീൻസ് നമ്മൾ അംഗീകാരം നൽകുക. PLEMENT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന അർത്ഥത്തിൽ പറയുന്നു. കംപ്ലൈസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് സെൽഫ് റെസ്പെക്റ്റ്. അതുപോലെ കംപ്ലൈസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വില്ലിങ് എന്ന് പറഞ്ഞു.